ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് തേക്കടിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ തേക്കടിയിലോട്ട് നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വഴിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയതാണ്. നേരെ നമ്മൾ കാടും ഒക്കെ താണ്ടിയിട്ട് നമ്മൾ നേരെ ഇടുക്കി ഡാം കാണാനായിട്ട് പോയത്. അപ്പോൾ പോണ വഴിയെല്ലാം കാടും ഹൈ റേഞ്ചുമാണ്, നിങ്ങൾക്കറിയാം. അപ്പം ഇടുക്കി ഡാമിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ പുറമേ നിന്നിട്ട് നമ്മൾ ആ ഡാമിൻ്റെ ഒരു ആർച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നേരെ നമ്മൾ തേക്കടി ഞങ്ങളുടെ റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനാണ് പോയത്. അപ്പം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വഴി കൂടെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റൂട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഫുള്ള് ഏലം, അതുപോലെ തന്നെ ചക്ക, മാങ്ങ, അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ചെക്ക് ഇൻ ചെയ്ത് വൈൽഡ് അവന്യൂ റിസോർട്ടായിരുന്നു. അപ്പം നേരെ വന്ന സമയത്ത് തന്നെ അവർ നമുക്ക് നല്ല അടിപൊളി ടീ തന്നിട്ടുണ്ടായിരുന്നു. ഈ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുക്കുകാപ്പി കുടിക്കണ പോലത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു. കാരണം നല്ല എല്ലാ ഏലവും ജിഞ്ചറും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ചായയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ റൂം കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നിറയെ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 3 റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ റെസ്റ്റ് റൂം കാണാൻ പറ്റും, അതുപോലെ തന്നെ TV യൂണിറ്റ്, ഫ്രിഡ്ജ്, മിറർ, അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ കയറി ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ 3 റൂംസും എങ്ങനെയുണ്ടെന്ന് കാണുകയാണ് ചെയ്തത്. അങ്ങനെ നേരെ നമ്മൾ റൂമൊക്കെ കണ്ടു കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചൊരു റൂം ടൂർ ആവാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ റൂം ടൂർ. അപ്പം നമ്മൾ നേരെ റൂം ടൂറിൽ ഞങ്ങൾ ആകെ റെസ്റ്റ് റൂം മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. റൂം നമ്മൾ ഓൾറെഡി കണ്ടില്ലേ, റെസ്റ്റ് റൂം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാനുണ്ടായിരുന്ന അടിപൊളി മിററായിരുന്നു കേട്ടോ. ആ മിറർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വാഷ് ബേസിൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നേരെ ഹെയർ ഡ്രൈ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുളിച്ച് കഴിഞ്ഞ് നേരെ ഹെയർ ഡ്രൈ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു മിറർ, അതും നല്ല അടിപൊളിയായിരുന്നു. നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നമുക്ക് ആവശ്യമുള്ള ടൂത്ത് ബ്രഷ്, സോപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അത്യാവശ്യമായിട്ട് കോൾ ചെയ്യാനുള്ള സംഭവങ്ങൾ, ടവല്, അതുപോലെ തന്നെ ഇപ്പുറത്തൊരു നല്ലൊരു അടിപൊളി വാഷ്റൂമും നമുക്ക് റെസ്റ്റ് റൂമും കൊടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ നേരെ പോയത് പെരിയാർ ടൈഗർ റിസർവിലോട്ടായിരുന്നു. അതിന് മുന്നേ തന്നെ ഇവിടെ പാർക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് ഉണ്ണിക്ക് ഒരു വട്ടം മാത്രമാണ് കേട്ടോ സ്ലൈഡ് ചെയ്യാൻ ടൈം കൊടുത്തത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവിലോട്ട് പോയി. കാരണം ഞങ്ങളുടെ ടൈം ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റത്തെ ട്രിപ്പാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് 4 മണി ആ സമയത്തുള്ള ഒരു റൈഡായിരുന്നു, ബോട്ട് റൈഡായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പെടച്ച് കയറി പോയിട്ടുണ്ടായിരുന്നു. അധികം അടുത്തായിരുന്നു, വലിയ ദൂരത്തൊന്നും ആയിരുന്നില്ല. അപ്പം ഈ ബസ്സിൽ നമ്മൾ കയറിയിട്ട് വേണം നമ്മുടെ ബോട്ടിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. ഈ ബസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബസ്സാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ചെല്ലുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കടുവേനെയും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മൾ നേരെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഇടവുമുണ്ട്. അപ്പം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ സ്റ്റേ ചെയ്യാം. ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാം. പക്ഷെ ഞങ്ങൾ അത് എടുക്കാതെ വേറൊരു റിസോർട്ടാണ് എടുത്തിട്ടുണ്ടായത്. അത് മാത്രമല്ല ഇവിടെ നിറയെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ബാംബൂ റാഫ്റ്റിംഗ്, ഗ്രീൻ വാക്സ്, ജംഗിൾ സഫാരി, അങ്ങനെ ജംഗിൾ ക്യാമ്പ്, അങ്ങനെ നിറയെ ആക്ടിവിറ്റീസാണ് കേട്ടോ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയാണ്. നമ്മളൊരു അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്ത് കാണാനുള്ളത് നമുക്കുണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ മാനിനെയും അതുപോലെ തന്നെ ബൈസൺ അതൊക്കെ കാണാൻ പറ്റുന്ന കൂട്ടമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ അധികം മാനുകളെയും കാട്ടുപോത്തിനെയും ആനേനെയും ഒക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂട്ടമായിട്ടായിരുന്നു കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഒരു 3 ബോട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു 3 ബോട്ടിൽ ഒരു ബോട്ടിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ജലറാണിയോ അങ്ങനെ എന്തോ ഒരു ബോട്ടിൻ്റെ പേര് ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റത്തെ ട്രിപ്പായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതായിരുന്നു ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയണത്. അപ്പം നമുക്ക് 3-4 സ്ലോട്ടുകളുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ബുക്ക് ചെയ്തിട്ട് നമുക്ക്
ഒരു ബോട്ടിങ് ചൂസ് ചെയ്യാം. അപ്പം നല്ലൊരു ലോങ് ഏരിയ ആണ്. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കടുവേനെ കാണാൻ പറ്റും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ബോട്ടിൻ്റെ അവിടേക്ക് കയറി. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മുകളിലത്തെ ഫ്ലോറായിരുന്നു കേട്ടോ. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾ കയറിയിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ സൈഡ് സീറ്റൊന്നും കിട്ടില്ല. സൈഡ് സീറ്റ് കാണുമ്പോഴാണ് കുറച്ചും കൂടി നല്ല വ്യൂ ഒക്കെ കിട്ടുക. നമ്മൾ പക്ഷേ ഇത്തിരി സെൻറ്ററിലായിട്ടുണ്ടായിരുന്നു. എന്നാലും വ്യൂ എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ സൈഡിൽ നിന്ന് കാണുന്നതനുസരിച്ച് നമുക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളിതേ ഇവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ബോട്ട് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഒരു 1.5 മണിക്കൂറുണ്ട് ഏകദേശം നമുക്ക് ബോട്ട് സഫാരി. അപ്പം നമ്മൾ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വല്ല ആനിമൽസിനെ കാണുകയാണെങ്കിൽ അവരനുസരിച്ച് നമ്മൾക്ക് കുറച്ച് നേരം നിർത്തി തരും, കാണാനുള്ള അവസരം ഉണ്ടാക്കി തരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ നേരെ പോയിട്ട് ആദ്യം തന്നെ കണ്ടത് ഈ കാട്ടുപോത്തിനെ, ബൈസണായിരുന്നു. അപ്പം ബൈസനെ കുറച്ച് നേരം കണ്ട് നമ്മളവിടെ നിന്ന് അത് കഴിഞ്ഞ് നേരെ ആനക്കൂട്ടത്തിനെ കണ്ടു. അപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ അവർ ഓരോ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമാണ് അവിടെ പെരുമാറാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ പ്രശ്നം, നമുക്ക് പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല കാം ആൻഡ് ക്വയറ്റ് കൂളായിട്ട് അവിടെ ഇരിക്കണം. വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഞങ്ങളത് ഡിയേണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ കൂട്ടമായിട്ട് ഓരോരോ അനിമൽസിനെ നമുക്ക് കാണുന്നത് ഭയങ്കര കൗതുകമുള്ളതായിരുന്നു. ഇതിവിടെ ഞങ്ങൾ എലഫൻറ്റിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ കുറേ കാട്ടിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നമ്മൾ നല്ലൊരു ബോട്ട് സഫാരി, നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റത്ത് ആ ഒരു ബോട്ട് സഫാരി ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പെരിയാർ ടൈഗർ റിസർവ് ഫുള്ള് കറങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ എന്തൊക്കെ കണ്ടു, എലഫൻറ്റിനെ കണ്ടു, ഹോഴ്സ് കണ്ടു, ഡിയർ കണ്ടു, ഹോഴ്സ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കാട്ടുപോത്ത്, ബൈസൺ, ഇതെല്ലാം കണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് വന്നേക്കാണ്. പിന്നെ ഞങ്ങൾ നേരെ ഒരു 6 സംതിങ് ആയപ്പോഴേക്ക് 7 മണിയായപ്പോഴേക്ക് പൂളിൽ ചാടി. ഇത് പൂളിൽ നമ്മൾ ഫുൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ നേരെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ക്യാമ്പ് ഫയറിന് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ക്യാമ്പ് ഫയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഇതാണ് ഗൈസ്, ഇപ്പോൾ ക്യാമ്പ് ഫയറിനുള്ള എൻ്റെ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയാം എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്തിട്ട് വരാം ഗൈസ്. ഗൈസ് നമ്മൾ റെഡിയായി ക്യാമ്പ് ഫയറിന് പോകാൻ പോകണം.
ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം പ്ലേ ഏരിയയിൽ പോയിട്ട് കളിച്ച് നമ്മൾ ആ ദിവസം അവസാനിപ്പിക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ചേട്ടനും കുറേ നേരം രാത്രി അമ്പയിൽ തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ എനിക്കും ചേട്ടനും ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിന്നറും കഴിച്ചിട്ട് ആരുടെ നമ്മുടെ വൈൻഡപ്പാണ്. കാരണം നാളെ നമുക്ക് നേരത്തെ എണീറ്റിട്ട് കുറേയധികം പ്രോഗ്രാം ഉള്ളതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.